കുന്നിക്കോട് ആവണീശ്വരം APPM സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി നടന്ന വോട്ടെടുപ്പിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അത് വെറുതെ അഭിനയിച്ചതാണ്. അത് ചുമ്മാ ഒരു വിഷയം ഉണ്ടാവും. അത് മോശം. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടിജു യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള കൊടിക്കുന്നിൽ വിഭാഗവും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം സാജു ഖാൻ, പള്ളിത്തോപ്പിൽ ഷിബു, KSU മുൻ ജില്ലാ സെക്രട്ടറി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ് വിഭാഗവുമാണ് ഏറ്റുമുട്ടിയത്. രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ കള്ളവോട്ട് നടന്നുവെന്നാരോപിച്ചാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കുന്നിക്കോട് ഷാജഹാൻ, കോൺഗ്രസ് നേതാവ് രതികുമാർ തുടങ്ങിയവർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു. സംഘർഷത്തിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം സാജു ഖാന്റെ നെറ്റിക്ക് പരിക്കുപറ്റി. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഗുണ്ടാവിളയാട്ടമാണ് നടക്കുന്നതെന്ന് ഐ ഗ്രൂപ്പുകാർ ആരോപിച്ചു. പത്തനാപുരം, കുന്നിക്കോട് എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷം നടക്കുമ്പോൾ പോലീസ് നോക്കുകുത്തികളായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പത്തനാപുരം വിളക്കുടി പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് വോട്ടെടുപ്പ് മാറുകയായിരുന്നു. പത്തനാപുരത്തുകാർ പ്രദേശം വിട്ടു പോകണമെന്ന് വിളക്കുടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. DFIക്കാരാണ് ഇപ്പൊ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ DFIക്കാരാണ് മത്സരിക്കുന്നത്. എല്ലാ മണ്ഡല കമ്മിറ്റിയിലും DFIക്കാര് മണ്ഡലം കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. KSUവിന് വേണ്ടി സെനറ്റ് മെമ്പർ ആയിരുന്ന കക്ഷിയാണ് സാജു ഖാൻ. KSU ഇലക്ടഡ് ആയിട്ട് നിയോജക വൈസ് പ്രസിഡന്റ് തലയെല്ലാം അടിച്ചു പൊട്ടിച്ചു. തലയെല്ലാം അടിച്ചു പൊട്ടിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഗുണ്ടകള്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.